ഇനി നമ്മൾ ഇത് അഗൈൻ ഒരു ഫങ്ഷനാണ് വരുന്നത്. അപ്പർ കേസ് ലോവർ കേസിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് STR UPRും STR LWRും യൂസ് ചെയ്ത് നമുക്ക് പ്രോഗ്രാം എഴുതാവുന്നതേ ഉള്ളൂ. ഇനി വരുന്ന 1-2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എസ്പെഷ്യലി റിവേഴ്സിങ് എ സ്ട്രിങ്, പാലിൻഡ്രോം എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്ട്രിങ്ങിൻ്റെ കേസിൽ കുറച്ചധികം റെപ്പറ്റേറ്റീവായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു റിവേഴ്സ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ നമ്മൾ അറേ റിവേഴ്സൽ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് നമ്മൾ സ്ട്രിങ് റിവേഴ്സലും ചെയ്യുന്നത്. ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ നമുക്ക് എവിടെ വരെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കണം. ഇപ്പം ഞാൻ വേൾഡ് എന്ന് പറഞ്ഞ് എനിക്കൊരു സ്ട്രിങ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ എനിക്കിപ്പം എൻ്റെ STR എന്ന് പറഞ്ഞൊരു അറേ ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് വേൾഡ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എനിക്കിത് രണ്ടും ബ്ലാങ്ക് ആണ്. ഇതിൽ ഞാൻ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. ആദ്യമേ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് ഞാൻ കണ്ടുപിടിക്കണം. കാരണം എന്താണെന്നറിയാമോ, എൻ്റെ ലെറ്റേഴ്സ് ഉള്ളത് 0 to STR ലെങ്ത്ത് -1 ആയിരിക്കും. എന്തുകൊണ്ടാണ് -1? കാരണം നമ്മളുടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്ക് ഈ നള്ളും കൂടെ കൂട്ടിയേച്ചാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് STR -1. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, യൂസറിൽ നിന്നും സ്ട്രിങ് റീഡ് ചെയ്യുക. അത് കഴിഞ്ഞ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുക. STR LEN യൂസ് ചെയ്ത് നമ്മൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇങ്ങേയറ്റത്തു നമ്മൾ വായിച്ച് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ വായിച്ച് തുടങ്ങുമ്പോഴത്തേന് എങ്ങനെയാണ്, നമ്മൾ വേറൊരു പുതിയ അറേ എടുത്തു. നമ്മൾ റിവേഴ്സ് എന്ന് പറഞ്ഞൊരു അറേ എടുത്തു. ഇതിൽ ഫസ്റ്റ് എലമെൻറ്റ്, അതായത് എൻ്റെ 0th എലമെൻറ്റ് എൻ്റെ J ആണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ I ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ith എലമെൻറ്റ്, ഓക്കെ, ഈ ഒരു എലമെൻറ്റും എൻ്റെ ഫസ്റ്റ് എലമെൻറ്റും സെയിം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് I -. അപ്പോൾ എന്തായി, എൻ്റെ ഇത് 1 2 3 4 5 ആണ്. 5 - 1 ഇതെൻ്റെ 4th ഇൻഡെക്സാണ്. 0 1 2 3 4. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് എന്താണ് വരുന്നത്, ഇനി എൻ്റെ 3rd ഇൻഡെക്സിലോട്ട് വരും. അപ്പോൾ 3rd എൻ്റെ ഇവിടുത്തെ ഫസ്റ്റ് ഇൻഡെക്സും സെയിം ആയിരിക്കും. എഗെയിൻ ഡിക്രിമെൻ്റ് ചെയ്യും. 2 and 2 വിൽ ബി സെയിം. O and W. ഓക്കെ, ഇനി ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും I 0 ആവും. ആൻഡ് I > 0 ആയി നമ്മളത് ചെയ്തു. പിന്നെ ലെസ്സേ കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നൗ വാട്ട് ആം ഐ ഡൂയിങ്, എൻ്റെ ലാസ്റ്റ് വണ്ണിൽ ഞാൻ നള്ള് വെച്ച് എൻ്റെ റിവേഴ്സ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്രയും സിമ്പിളായിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പഠിച്ചപ്പോഴത്തേനും നമ്മൾ നമ്പേഴ്സിന് റിവേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിരുന്നു അല്ലേ? അപ്പം നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ ലിമിറ്റ് കണ്ടുപിടിക്കും. 0 to STR ലെങ്ത്ത് -1. ഓക്കെ, സ്ട്രിങ് ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കും, ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ എലമെൻറ്റിനെയും വായിച്ച് പുതിയതിലോട്ട് ഇരുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതിന് പ്രിൻറ്റ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അതായത് DLROW ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വേറൊരു ക്യാരക്ടറിലോട്ട് കൊണ്ടുപോകണമെന്ന് ഇല്ല. അങ്ങനെയാണ് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നത്. ഇനി അടുത്തത് ബിൽറ്റ് ഇൻ ഫങ്ഷൻ യൂസ് ചെയ്യാതെ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിനെ പാലിൻഡ്രോം ആണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമേ ഒരു പാലിൻഡ്രോം, നമുക്ക് ഫസ്റ്റ് ലോജിക്ക് നോക്കാം. ഒരു സ്ട്രിങ്ങിനെ പാലിൻഡ്രോം ആണോ അല്ലയോ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ANNA. ഞാൻ ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും കൂടെ കമ്പയർ ചെയ്യും. സെയിം ആണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത 2 ലെറ്റേഴ്സിനെ കമ്പൈൻ ചെയ്യും. കമ്പയർ ചെയ്യും. This will continue up to the half of my length. So half of the length വെച്ച് വരെ നമ്മൾ കമ്പാരിസൺ നടത്തണം. ഓക്കെ, ഇതാണ് നമ്മളുടെ ലോജിക്ക്. ഇനി ഞാനിതിനെ എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യമേ യൂസറിൽ നിന്ന് നമ്മൾ സ്ട്രിങ് ഇൻപുട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലിമിറ്റ് ആദ്യമേ നോക്കണം. എൻ്റെ ലിമിറ്റ് എവിടം വരെയാണ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത്? 0 to n/2 n/2 to n-1. ഈ n എന്ന് പറഞ്ഞാൽ ഞാൻ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇവർ 2 പേരും തമ്മിലാണ് എനിക്കിവിടെ +1 കമ്പാരിസൺ നടത്തേണ്ടത്. അപ്പം ഞാൻ ആദ്യമേ എന്താ ചെയ്യുന്നത്? ഞാനിവിടെ എൻ്റെ സ്ട്രിങ് എടുത്തു.
ഓക്കെ, എൻ്റെ സ്ട്രിങ് എടുത്തു. എൻ്റെ സ്ട്രിങ്ങിൻ്റെ ANNA എൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ് എൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്. ഇഫ് ഐ എം ഇൻക്ലൂഡിങ് മൈ നൾ ക്യാരക്ടർ അത് 5 ആണ് വരുന്നത്. അപ്പം ഇവിടെ ഞാൻ നൾ ക്യാരക്ടർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, എൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്താണ് ഞാൻ എടുക്കുന്നത്. അപ്പം 4 ആണ് എനിക്ക് വന്നേക്കുന്നത്. അപ്പം സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് ഞാൻ strlen യൂസ് ചെയ്തു എന്നുണ്ടെങ്കിൽ എനിക്ക് 5 ആയിരിക്കും കിട്ടുന്നത്. ബിക്കോസ് എന്താണ്, നൾ ക്യാരക്ടറോട് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ -2 ആണ് ചെയ്യുന്നത്. നിങ്ങൾ കൗണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് -1 എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കിട്ടി. എൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എന്താണ്? 4 ആണ് അല്ലേ? അപ്പോൾ 4 ആണ് എൻ്റെ ലെങ്ത്ത് 4 ആണ്. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? എൻ്റെ ith പൊസിഷൻ, എൻ്റെ ഫസ്റ്റ് 0th പൊസിഷനിൽ എൻ്റെ I = 0 ആണ്. അപ്പോൾ 0th പൊസിഷനെയും എൻ്റെ strl-i-1 അതായത് l-i-1 ഈ ഒരു പൊസിഷനും കൂടി ഞാൻ കമ്പയർ ചെയ്യുവാണ്. ഓക്കെ, എന്താണ് ഈക്വൽ ടു ആണോ എന്ന് ഞാൻ കമ്പയർ ചെയ്യാണ്. നോട്ട് ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ് 1 ആക്കണം. ഇപ്പോൾ നോട്ട് ഈക്വൽ ടു അല്ലല്ലോ, അപ്പം വീണ്ടും ഇങ്ങോട്ട് പോകുന്നു. എൻ്റെ ഐയുടെ വാല്യൂ അടുത്ത എലമെൻറ്റിലോട്ട് പോയിൻ്റ് ചെയ്യുന്നു 1. നൗ വാട്ട് ഷുഡ് ഐ ഡു? അപ്പോൾ ഇത് (2) ആണെന്ന് ചെക്ക് ചെയ്തു. അടുത്തത് l-i-1 അതായത് 4 - 2 രണ്ടും കമ്പയർ ചെയ്തു, സെയിം ആണ്. സോ ഫ്ലാഗ് 0 തന്നെയാണ്. ആൻഡ് അഗൈൻ ഇവിടെ വരുമ്പോഴത്തേന് ലെങ്ത് /2 അല്ല, അതിൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്ത് ഞാൻ താഴോട്ട് വന്നു. ഫ്ലാഗ് 0 ആണെന്നുണ്ടെങ്കിൽ പാലൻഡ്രോം, അല്ലാന്നുണ്ടെങ്കിൽ നോട്ട് പാലൻഡ്രോം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഞാൻ ആദ്യമേ ലെങ്ത്ത് കണ്ടുപിടിച്ച്, അപ്പം strlen യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നൾ ക്യാരക്ടറോട് ഇൻക്ലൂഡ് ആവും അല്ലേ? അങ്ങനെയല്ല നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ കണ്ടേ. അപ്പം അത് strlen യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ -2 വെച്ച് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഒരു കൗണ്ടർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലാഗ് യൂസ് ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്യുവാണ്. ഫസ്റ്റും ലാസ്റ്റ് ലെറ്റേഴ്സും തന്നെ നമ്മൾ കമ്പയർ ചെയ്യണം അപ് ടു ദ ഹാഫ് ഓഫ് ദ ലെങ്ത്. കമ്പയർ ചെയ്ത് എവിടെയെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് എന്ന് പറയുമ്പോൾ പിന്നെ എനിക്കത് പിന്നെയും ലൂപ്പ് ചെയ്ത് കറങ്ങേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അങ്ങനെ നമുക്കത് പാലൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിൻ്റെ തന്നെ വേരിയേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കൗണ്ടിങ് ദ നമ്പർ ഓഫ് വവൽസ്. കൗണ്ടിങ് ദ നമ്പർ ഓഫ് വവൽസ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിങ്ങിലെ ഓരോ എലമെൻസിനെ വെച്ച് ഞാൻ ചെക്ക് ചെയ്യുവാണ് അത് വവലാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് സ്വിച്ച് കേസ് യൂസ് ചെയ്ത് ചെയ്യാം. ഇതിലേതേലും ഒരു വവൽ, ഇപ്പം ഏതേലും ഒരു അപ്പർ ഓർ ലോവർ കേസ് വന്നു എന്നുണ്ടെങ്കിൽ ഐ ആം പുട്ടിങ് മൈ കൗണ്ട് ആസ് ++, അതായത് കൗണ്ട് ഇനീഷ്യലി 0 ആയിരിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ അറയിലെ ഓരോ എലമെൻസിനെ ഞാനിവിടെ കയറ്റിവിടും. ഫോർ ലൂപ്പാണല്ലോ, ഓരോ എലമെൻസിനെ ഞാൻ കയറ്റിവിട്ടിട്ട് ചെക്ക് ചെയ്യും. ഇതിലേതെങ്കിലും ഒന്നാണെന്നുണ്ടെങ്കിൽ കൗണ്ട് ++ ആക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്പർ ഓഫ് വവൽസും നമ്പർ ഓഫ് കൺസോണൻസും അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതാണ് നമ്മൾ 1 ഡൈമെൻഷണൽ അറേ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 2 ഡൈമെൻഷണൽ അറേനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുമായിട്ട് ഓപ്പറേഷൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ 2 ഡൈമെൻഷണൽ അറേയിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേനും എഗെയിൻ ഇവിടെ 2 dimensions ആണ്. സോ വിൽ ബി ഹാവിങ് എ നമ്പർ ഓഫ് കോളംസ് ആൻഡ് വിൽ ബി ഹാവിങ് എ നമ്പർ ഓഫ് റോസ്. ഇവിടെ ഉള്ളതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 പെട്ടികളാണുള്ളത്. അപ്പം ഇവിടെ ഫസ്റ്റ് 1 റോസിൻ്റെ നമ്പറും സെക്കൻഡ് 1 കോളംസിൻ്റെ നമ്പറുമാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഡേറ്റ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കണ്ടോ 10, 11, 12 എന്ന് പറയുന്നത് എൻ്റെ റോ 1ഉം ഇതെൻ്റെ കോളം 1, 2, 3 അടുത്തത് വരുമ്പോഴത്തേനും 14, 15, 16 ഇതെൻ്റെ റോ 2 അപ്പോൾ അതിങ്ങനെ കേളി ബ്രേസസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നത്. 2 ഡൈമെൻഷണൽ അറേനെ ഇനീഷ്യലൈസ് ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ സെക്കൻഡ് എലമെൻറ്റ് എംപ്റ്റി ആവാനായിട്ട് പാടില്ല. ഫസ്റ്റ് എലമെൻറ്റ് എംപ്റ്റി ആവും, സെക്കൻഡ് എലമെൻറ്റ് എംപ്റ്റി ആവാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻവാലിഡ് ഡിക്ലറേഷനാണ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു കാര്യം കൂടി, നമ്മൾ 2 ഡൈമെൻഷണൽ അറേയുടെ അടുത്തോട്ട് പോകുന്നതിന് മുൻപേ വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊരു അറേ എടുക്കുമ്പോഴത്തേനുമുള്ള ഇൻഡെക്സിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, 0, 1, 2, 3 ഇതെന്നൊക്കെ പറയുന്നത് A(0), അതായത് അറേ എയിലെ 0th എലമെൻറ്റ്, അറേ എയിലെ ഫസ്റ്റ് എലമെൻറ്റ്, അറേ എയിലെ സെക്കൻഡ് എലമെൻറ്റ് ആൻഡ് അറേ എയിലെ തേർഡ് എലമെൻറ്റ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഇനി അടുത്തത് 2 ഡൈമെൻഷണൽ അറേ വരുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും
ഈ ഒരു സംഭവം എന്ന് പറയുന്നത് 0th റോയിലെ 0th കോളം, അതായത് ഇതിൻ്റെ 0 റോ, ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, 0th കോളം, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അറേസിനെ ഇൻഡെക്സ് ചെയ്യുന്നത്. റൈറ്റ് എ പ്രോഗ്രാം ടു റീഡ് എ മെട്രിക്സ്. റീഡ് എ മെട്രിക്സ് ആണ് അവർ പറഞ്ഞത്. അതായത് യൂസർ തരുന്നതിൽ നിന്നും ഇൻപുട്ട് എടുക്കണം. ഓക്കെ, ഈ ഒരു 2 ഡയമെൻഷണൽ അറേക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. വി ആർ യൂസിങ് 2 ഫോർ ലൂപ്സ്. ഇതെന്ന് പറയുന്നത് റോസിനും ഇതെന്ന് പറയുന്നത് കോളംസിനും. നമ്മളിത് പോലത്തെ സിമിലർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എവിടെയാണ്? നമ്മൾ ബബിൾ സോർട്ട് ചെയ്തപ്പോഴത്തേനും ഇതുപോലെ നമ്മൾ 2 എണ്ണം യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തതല്ലേ. അപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു ലൂപ്പിനകത്തോട്ട് നമ്മൾ അടുത്തൊരു ഫോർ ലൂപ്പ് ഇടുക, എന്നിട്ട് ഇങ്ങനെ AIJ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ റീഡ് ചെയ്യുക. I എന്ന് പറയുന്നത് റോയ്ക്കും J എന്ന് പറയുന്നത് കോളമിനും. അത്രയേ ഉള്ളൂ നമ്മൾ 2 ഡയമെൻഷണൽ അറേ റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രിൻറ്റ് ചെയ്യാനും അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. സോ ഇത് നിങ്ങൾ പഠിച്ച് വെക്കുക. ഓക്കെ, പ്രിൻറ്റിങ്ങും സ്കാനിങ്ങും ഒരു 2 ഡയമെൻഷണൽ അറേ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ എന്നാലും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു 2 ഡയമെൻഷണലിൻ്റെ കേസ് വിടാവൂ. പക്ഷേ എന്നാലും അറേ 1 ഡയമെൻഷൻ നിങ്ങൾ അത്രയും തറവായിരിക്കണം, എന്നാലും നിങ്ങൾക്കിതിന് ആ ഒരു എക്സ്ക്യൂസ് കിട്ടത്തുള്ളൂ. ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്നത് റീഡ് ദ മെട്രിക്സ് ആൻഡ് ഡിസ്പ്ലേ ദ ട്രാൻസ്പോസ്. ഇവിടുത്തെ ഫസ്റ്റ് നമുക്ക് ലോജിക്ക് നോക്കാം. വാട്ട് ഇസ് എ ട്രാൻസ്പോസ്? ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. റോ വിൽ ബി കോളം ആൻഡ് കോളം വിൽ ബി റോ. സ്കാനിങ് കാര്യങ്ങളൊക്കെ ഇനീഷ്യലി നമ്മൾ ചെയ്യുന്ന എല്ലാം സെയിം ടു സെയിം ആണ്. ഇതിൽ വേറൊരു ട്വിസ്റ്റ് കൂടിയാണ്. നമ്മൾ ഓർഡർ ഏർലി ചോദിക്കും, നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. അപ്പം യൂസർ അതിനനുസരിച്ചായിരിക്കും എലമെൻറ്റ്സ് വരുന്നത്. ഇപ്പം 2 rows and 2 columns ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 elements ആയിരിക്കും കിട്ടുക. 2 × 2 = 4. അപ്പോൾ അവർ നമ്മൾ റോയും കോളം 2 ലൂപ്പ് യൂസ് ചെയ്ത് നമ്മളവരെ റീഡ് ചെയ്തെടുത്തു. ഓക്കെ, ഇത്രയും എല്ലാ കാര്യത്തിലും സെയിം ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ട്രാൻസ്പോസ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ലോജിക്ക് എന്തായിരുന്നു? റോ വിൽ ബി കോളം. നമ്മൾ യൂഷ്വലി റോയിനെ ഫസ്റ്റ് ലൂപ്പിനകത്തല്ലേ എഴുതുന്നത്. സോ റോ വിൽ ബി കോളം. അപ്പം ഇവിടുത്തെ റോയിനെ ഞാൻ ഇങ്ങോട്ട് എഴുതി ആൻഡ് കോളം വിൽ ബി റോ. റോ വിൽ ബി കോളം, കോളം വിൽ ബി റോ. അത്രയേ ഉള്ളൂ. ഈ ഒരൊറ്റ സ്വാപ്പിങ്ങേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ യൂഷ്വലി പ്രിൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഞാൻ റോയ്ക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ റോയിലെ ഓരോ കോളം എലമെൻറ്റ്സിനെ ഞാൻ വായിച്ച് പോവുമായിരിക്കും ചെയ്യുന്നത്. ട്രാൻസ്പോസ് വരുമ്പോൾ നേരെ തിരിച്ചായി. അത്രയേ ഉള്ളൂ ഇവിടുത്തെ ഡിഫറൻസ്. അപ്പം നമുക്ക് ട്രാൻസ്പോസ് ചെയ്ത് നമുക്ക് വായിക്കാം. അപ്പം ഇവിടെ 2 × 2 നമുക്ക് 10. അപ്പം നമ്മൾക്കിവിടെ കിട്ടുമ്പോൾ 10, 20 ഇങ്ങനെയാണ് നമ്മൾക്ക് എഴുതി പോകുന്നത്. 30, 40. ഇനി ഇവർ പ്രിൻറ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ്? നമ്മൾ ആദ്യമേ റോയിലുള്ളവരെ നമ്മൾ പ്രിൻറ്റ് ചെയ്തില്ല, നമ്മൾ ആദ്യമേ കോളത്തിനുള്ളവരെയാണ് പ്രിൻറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യമേ 10 ഞാൻ പ്രിൻറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ഇവിടെ 30 ഞാൻ പ്രിൻറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് 20 ഞാൻ പ്രിൻറ്റ് ചെയ്തു, 40 ഞാൻ പ്രിൻറ്റ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്തത് write a program to read the matrix and display the sum of the principal diagonal elements. ഡയഗണൽ എലമെൻസിന് ഒരു പ്രത്യേകത അല്ലേ? ഡയഗണൽ എലമെൻസിൻ്റെ പ്രത്യേകത തരം എന്താണെന്ന് നോക്കാം. ഞാനിപ്പം ഒരു ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതിനെയാണല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം മേ ബി ഞാൻ 3 ഡയമെൻഷൻ വരയ്ക്കാം. ഇതിനെയായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയഗണൽ എന്ന്. ഇതെന്താണ്? 0,0 ആണല്ലേ. ഇത് 0, ഇത് 1, ഇത് 2, 0, 1, 2. ഫസ്റ്റ് 1 നോക്കിക്കേ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം 1,1. ഇത് നോക്കിക്കേ, സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളം 2,2. ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഡയഗണൽ എലമെൻസിൻ്റെ റോയുടെ നമ്പറും കോളത്തിൻ്റെ നമ്പർ രണ്ടും ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മളുടെ ലോജിക്ക്. ഈ ഒരു ക്വസ്റ്റ്യനിലെ ലോജിക്ക് അതാണ്. ഇനീഷ്യലി നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ മെട്രിക്സിൻ്റെ ഓർഡർ കണ്ടുപിടിച്ച് അവരെ റീഡ് ചെയ്തു. ഇത്രയും നമ്മൾ പഠിച്ച സെയിം സാധനമാണ്. ഇനി എന്താണ് ചെയ്യുന്നത്? ഞാൻ ട്രവേഴ്സ് ചെയ്യുവാണ്. ഞാൻ റോ വൈസ് ആണ് ട്രവേഴ്സ് ചെയ്യുന്നത്. നൗ സം ഇസ് ഈക്വൽ ടു സം ഓഫ് i പ്ലസ് i. അപ്പം ഞാനിവിടെ എന്താണ് ചെയ്യുന്നത്? എൻ്റെ റോയ്ക്ക് അനുസൃതമായി ഞാൻ a ഓഫ് i പ്ലസ് i ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എനിക്കിപ്പം ഇത്രയേ ഉള്ളൂ. എനിക്ക് 2 എലമെൻറ്റ്സ് ആണുള്ളത്. 2, 2, 1, 1 ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എന്താണ് ചെയ്യുന്നത്? സം ഇസ് ഈക്വൽ ടു എൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് 0,0 ഞാൻ എടുക്കുന്നു
പ്ലസ് 1,1 ഞാൻ എടുക്കുന്നു. മൈ സം വിൽ ബി 3. അതാണ് നമ്മളുടെ സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ നിങ്ങളിത് വലിയ വരെയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ കാണണ്ട. ഇതിന് പിന്നിലത്തെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളതിനെ ഡിസ്പ്ലേ ചെയ്താൽ മാത്രം മതി. ഇനി മൾട്ടിപ്ലൈ ദ മെട്രിസസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ മെട്രിസസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫോർമുല നമുക്കറിയാം അല്ലേ. നമ്മൾ ലോജിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ലോജിക്ക് എങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ 7 എന്നുള്ളൊരു ലോജിക്കായിരുന്നു നമ്മൾ പഠിച്ചത്. അതായത് 2 മെട്രിസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്, ഇപ്പം ഫസ്റ്റ് എലമെൻറ്റിനെ സെക്കൻഡ് എലമെൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നു, ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ഓൺ ചെയ്യുന്നു, ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ പഠിച്ചിരുന്നു. m, m ഇൻറ്റു n ആൻഡ് n ഇൻറ്റു m ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും ഈക്വൽ ആയിരിക്കണം. ഇതൊക്കെ നമ്മൾ മാത്സിൽ പണ്ട് പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്? m ഇൻറ്റു m ആയിരിക്കും. അതായത് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നതിൻ്റെ ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ മെട്രിക്സ് കുറച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ ആദ്യത്തെയും രണ്ടാമത്തെയും മെട്രിസസിൻ്റെ ഓർഡേഴ്സ് നമ്മൾ കണ്ടുപിടിക്കും. അതായത് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് നമ്മൾ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ നേരെ മൾട്ടിപ്ലിക്കേഷൻ അല്ല ചെയ്യേണ്ടത്, നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ത്? ഈ ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളംസും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോസും ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗിവ് the message multiplication is not possible. അഥവാ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കത്തുള്ളൂ. സോ നമ്മളിവിടെ എലിമെൻസിനെ പ്രിൻറ്റ് ചെയ്യാനൊക്കെ ഉള്ളതൊക്കെ ഒരു ഓപ്ഷണലാണ്. അത് നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മളൊരു പുതിയ മെട്രിക്സ് എടുക്കുവാണ്, CIJ. എന്നിട്ട് അവരെ ഞാൻ എന്താണ് ചെയ്യുന്നത്? CIJ ഈസ് ഈക്വൽ ടു AIK പ്ലസ് BK IJ. ബേസിക്കലി ഇത് നമ്മളുടെ ആ 7 പ്രിൻസിപ്പിൾ തന്നെയാണ്. സോ ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം നമ്മളുടെ എന്തിനാണ്? മെട്രിക്സ് കാൽക്കുലേഷനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 7 ഇത് യൂസ് ചെയ്തിട്ട്, നമ്മളിവിടെ നേരത്തെ ലോജിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു C എന്ന് പറയുന്ന മെട്രിക്സിനകത്തോട്ടായിരിക്കും ഫില്ലിൻ ചെയ്ത് വരുന്നത്. എന്നിട്ട് അവരെ നമ്മൾ കണ്ടോ ഇങ്ങനെ യൂസ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 ലിമിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോയും സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളവുമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മളുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് m ഇൻറ്റു m ആയിരിക്കും. അപ്പം അങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇത് ചുമ്മാ ലെക്ചർ അടിച്ച് പറയുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിത് എഴുതുമ്പോഴത്തേനും അതിനനുസരിച്ചുള്ള ഡിഫിക്കൽട്ടീസ് വരും. സോ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാനായിട്ട്. ഈ ഒരു അറേസിൻ്റെ ഈ ഒരു മോഡ്യൂൾ നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തേക്കാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മോഡ്യൂൾ 3.